Hallelujah. Let's read from the verse Genesis chapter 17. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം അതിൻ്റെ 5 വാക്യം. ഉൽപ്പത്തി പുസ്തകം 17:5. ഇനിയും നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളെക്കാളും ആക്കും, ഉത്ഭവിക്കും. മതി. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തെ ഞങ്ങൾക്ക് ഒരുപോലെ ശുശ്രൂഷിക്കുന്ന അടിയനും കേൾക്കുന്ന ജനത്തെ ഒരുപോലെ അനുഗ്രഹിക്കത്തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്ന വചനമാകയാൽ സ്തോത്രം. അങ്ങയുടെ ആത്മാവിൽ വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ഒരുവനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം അതിനകത്ത് ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തി ക്രിസ്തുവിൻ്റെ വരവോളം അതിനെ തികയ്ക്കുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. He who has begun the good work in us will fulfill it until the coming of Christ Jesus. ആമേൻ. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ അബ്രഹാമിനെ ദൈവം പണിതുകൊണ്ടിരുന്നു. ആമേൻ. ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. God is a God that keeps on building us. ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പണി തീരുന്നില്ല. ദൈവം ആരംഭിച്ചാൽ അതിൻ്റെ പൂർത്തീകരണം എന്ന അവൻ്റെ വരവോളം അതിനെ തികയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒരു അഭിഷക്തൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, we have yet to see what God can do to a person who is completely surrendered unto him. അപ്പോൾ യേശു ദൈവത്തിന് മുമ്പാകെ ആര് സറണ്ടർ ചെയ്യുമോ, God will use him. Amen. So it is not because you are good, but it is because you surrender. ദൈവത്തിന് മുമ്പിൽ ആര് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ, who surrenders before the hand of God. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ ആര് ഏൽപ്പിച്ചു കൊടുക്കുമോ അവനെ ദൈവം പണിയും. എന്താണ്? കുശവന്റെ കയ്യിലെ കളിമണ്ണ് പാത്രം പോലെ ഏൽപ്പിച്ചു കൊടുക്കണം. പറഞ്ഞാട്ടെ, ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കണം. You have to surrender. So the first most important thing is to surrender. ഒരു ഭർത്താവിൻ്റെ കൈക്കീഴിൽ ഒരു ഭാര്യ സമർപ്പിക്കുന്നത് പോലെ, മക്കൾ മാതാപിതാക്കളുടെ കൈക്കീഴിൽ സമർപ്പിക്കപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ the students need to surrender before the teachers. അല്ലേ? നമ്മൾ ജോലി സ്ഥലത്ത് നമ്മളുടെ ഉന്നതന്മാരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? We are abiding under something. അല്ലേ? So before നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം വിളി കേൾക്കുക മാത്രമല്ല, ദൈവം പറഞ്ഞതിലെല്ലാം ദൈവം പറഞ്ഞതുപോലെ അനുസരിപ്പാൻ. ആമേൻ. പലയിടത്ത് അബ്രഹാമിന് ഇഷ്ടമുള്ള വഴിയിലേക്കൊക്കെ അബ്രഹാം പോകാൻ താല്പര്യപ്പെട്ടെങ്കിലും ദൈവം അവിടെയൊക്കെ തടഞ്ഞു. പറഞ്ഞേ, തടഞ്ഞു. God obstructs our paths. നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് നമുക്ക് പോകണമെന്ന് വെച്ചാൽ ഈ സറണ്ടറിങ് കിടക്കുന്നുണ്ട്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ എന്നെ പിടിച്ചിരിക്കുന്ന ഒരു പിടിയുണ്ട്. അല്ലേ? അക്കോർഡിംഗ് ടു പോൾ അവിടെ പറയുന്നു, he has caught me. അതെ, നമ്മളെ പിടിച്ചിരിക്കുന്ന ഒരു പിടിയുണ്ട്. ഈ പിടി വിട്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. ഒന്ന് മനസ്സിലാക്കണം. അബ്രഹാമിനെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ വിഷയം ഇതാണ്. ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോകുകയെന്ന്. സൊറബോന ഹസന ആരാധന. ആമേൻ. നമ്മൾക്കെല്ലാം ഉള്ള വിഷയം ഇതാണ്. നമുക്ക് വിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പിടിച്ച് വല്ലാത്തൊരു പിടിയാ. നമ്മളെ വല്ലാത്തൊരു പിടിയാ പിടിച്ചിരിക്കുന്നത്. ഇത് അങ്ങോട്ടും തിരിയത്തില്ല, ഇങ്ങോട്ടും തിരിയത്തില്ല. പിടി ഒത്തിരി കടന്ന് മസിൽ പിടിച്ചാൽ ഇത് നമുക്ക് ദോഷമുണ്ടാവും, ദൈവത്തിനൊന്നും ദോഷം ഉണ്ടാകത്തില്ല. സോ അബ്രഹാമിനെ ദൈവം പിടിക്കകത്ത് അബ്രഹാം പലയിടത്തും ഓടിപ്പോകാൻ നോക്കി. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അബ്രഹാമിന്റെ ബുദ്ധിക്കൊത്തവണ്ണം അബ്രഹാം ക്രമീകരിക്കാൻ നോക്കി. പക്ഷെ അതൊക്കെ എന്തോ ആയി തീർന്നു. അതൊക്കെ പിന്നെ
പ്രതികൂലമായി തീർന്നു. ഇന്നും അത് പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. നമ്മൾ നോക്കണം, ഇശ്മായിലിനെ കുറിച്ച് ദൈവത്തിന്റെ ആ ദൂതൻ വന്നിട്ട് പറയുന്ന ഇതാണ്, ഇവനിൽ നിന്നും 12 ആമേൻ പ്രിൻസസ് 12 പ്രിൻസസ് വിൽ കം ഔട്ട് ഓഫ് ഇശ്മായിൽ. നമ്മൾ നോക്കണം, ഇസഹാക്കിൽ നിന്ന് വെളിപ്പെട്ട യാക്കോബിനകത്തു നിന്ന് എത്ര വെളിപ്പെട്ടു? 12 ഗോത്രങ്ങൾ ദൈവം വെളിപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാമിനെ ദൈവം, God changed the name of Abraham to Abraham. എന്താണെന്നറിയാമോ? പേര് മാറ്റുമ്പോൾ ദൈവം ചിലതൊക്കെ എഴുതിയതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം എത്തിക്കുന്ന ദൈവമാണ്. സോ ഇറ്റ് ഈസ് ദ സീസൺ. നമ്മൾ മനസ്സിലാക്കണം, പേര് മാറ്റണമെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്. പറഞ്ഞാട്ടെ, പേര് മാറ്റണമെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്. God doesn't change the name simply, അല്ലേ? ദൈവം പേര് മാറ്റുമ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം എന്ത് ചെയ്യണം? ഒരു ഉടമ്പടി സ്ഥാപിക്കുക. നമ്മൾ ആ വാക്യം 17-ാം അധ്യായത്തിൽ എത്തുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്യണം? ഒരു ഉടമ്പടി സ്ഥാപിക്കുക, എ കവനന്റ്. ഈ കവനന്റിനകത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമേൻ, നീ അനുഗ്രഹിക്കപ്പെടുന്നത് നിന്റെ പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ കരത്താലാകിയാലാണ്. ഈ കവനന്റിന്റെ പ്രത്യേകത, ദ സ്പെഷ്യാലിറ്റി ഓർ ദ ബ്ലെസ്സിങ് അണ്ടർ എ കവനന്റ് ഈസ് ബിക്കോസ് യു വിൽ ബി ബ്ലെസ്ഡ് ആസ് മച്ച് ആസ് ദ ഗോഡ് ഈസ്, അല്ലേ? നീ ആരോടാണ് ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്, ആ വ്യക്തിയുടെ വലിപ്പത്തിന് ഒത്രവണ്ണമാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനാണെങ്കിൽ ദൈവത്തോട് അബ്രഹാം ഉടമ്പടി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇവൻ ഗോത്രപിതാവാകത്തില്ല, ഇവൻ ബഹുജാതികൾക്ക് പിതാവാകും. സ്തോത്രം. സാറയുടെ ദൈവം പറഞ്ഞു, നിന്നെ എന്തോ ആക്കി തീർക്കും? ബഹുജാതികൾക്ക് മാതാവാക്കി തീർക്കും. സോ ലെറ്റ് എവ്രിവൺ, ഇന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ചേഞ്ച്. എന്ത് സ്റ്റെപ്പ് ചേഞ്ചാ? ഇതുവരെ എൻ്റെ കുടുംബത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഇനിയും അതിൽ നിന്ന് മാറി, ഗോത്രത്തിൽ നിന്ന് മാറി, രാജ്യങ്ങളുടെ പിതാവും രാജ്യങ്ങളുടെ മാതാവുമായി തീരണം. ഇതിന്റെ മൈൻഡ് സെറ്റേ മാറണം. നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോകുക, എന്നോട് കൂടെ വരണം കേട്ടോ. മൈൻഡ് സെറ്റ് മാറണം. പ്രധാനപ്പെട്ട മണ്ഡലം. യു കനോട്ട് ഓൾവേസ്, നമ്മളതിൽ എപ്പോഴും ചെറിയ വിഷയത്തെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വലിയ വിഷയങ്ങളാണ് മുന്നിൽ കിടക്കുന്നത്. യു കനോട്ട് cry over spilled milk all the time, because children are there, they will spill milk. പക്ഷേ നിനക്ക് ഇതിനേക്കാൾ വലിയ കാര്യത്തിലേക്ക് കയറണം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് അബ്രഹാമിനെയും സാറയെയും ദൈവം എന്ത് ചെയ്യുവാണ്? ദൃഷ്ടി മാറ്റുകയാണ്. See, your mindset, until and unless your mindset changes, എപ്പോഴും അടുത്തിരിക്കുന്നവന് കുറവ് കാണും. ഈ കുറവ് കാണാൻ എപ്പോഴും എളുപ്പമല്ലേ, അല്ലേ? വേറൊരാളുടെ കുറ്റം കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ കുറവല്ല നോക്കുന്നത്, ആ വ്യക്തിയുടെ ഗുണമാണ് നോക്കുന്നത്. ആമേൻ. സോ ഇഫ് യുവർ മൈൻഡ് സെറ്റ് ചേഞ്ചസ്, അടുത്തിരിക്കുന്ന ആൾക്ക് കുറവുണ്ടെന്നല്ല ചിന്തിക്കുന്നത്, അവനിൽ എന്തോ നന്മയുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അബ്രഹാം ആരെ കുറിച്ച് ചിന്തിച്ചു? ലോത്തിനെ കുറിച്ച് ചിന്തിച്ചു, അല്ലേ? അബ്രഹാം ആരെ കുറിച്ച് ചിന്തിക്കുന്നു? സ്വന്തം കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, പലരെയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഒന്ന് പറഞ്ഞ, പലരെയും കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി. മൈൻഡ് സെറ്റ് മാറാം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാൽ മാത്രം പോരാ, പലരും അനുഗ്രഹിക്കപ്പെടണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മാത്രം അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. I will not only bless you, but you will be a blessing unto many. That means the mindset has to change. ഇന്ന് എന്നോട് കൂടെ വരണം ഈ ദൂതിനകത്തോട്ട് കയറണമെങ്കിൽ. നമ്മളുടെ മൈൻഡ് സെറ്റ് മാറാതെ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ വ്യാപ്തി വെളിപ്പെടത്തില്ല. നമ്മൾ പറയത്തില്ലേ, ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല. നല്ല പാട്ടാ, അല്ലേ? ഞാനും എൻ്റെ കുടുംബവും നല്ലതാ. പക്ഷെ ദൈവം വിളിച്ചത് ആ മൈൻഡ് സെറ്റിലാണോ അബ്രഹാമിനെ? അല്ല. നീ എന്തുവാ? നീ ഗോത്രപിതാവല്ല, നീ ബഹുജാതികൾക്ക് പിതാവാ. ബഹുജാതികൾക്ക് പിതാവാകുന്നവന്റെ മൈൻഡ് സെറ്റ് എന്താണ്? എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം.
എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. എവ്രിബഡി ഹാസ് ടു ബി ബ്ലെസ്ഡ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അനുഗ്രഹിക്കപ്പെടും. ദാറ്റ് ഷുഡ് ബി യുവർ മൈൻഡ് സെറ്റ്. അല്ല, ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെടും, ബാക്കി എല്ലാവരും സാറേ വല്ലതും തരണമേ, വല്ലതും തരണമേ എന്ന് ചോദിച്ച് കേട്ട് കഴിഞ്ഞാൽ ബോറടിയാ കുറച്ച് കഴിയുമ്പോൾ, അല്ലേ? നോ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടില്ല. ഈ അബ്രഹാമിന്റെ ദൈവം എന്തുവാ കാണിക്കുന്നതെന്നറിയോ? നീ ഇതുവരെ നിനക്കൊരു തലമുറയില്ല. ദൈവം പറയാണ്, നിന്റെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ ഞാൻ നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണ തീരാതെ വണ്ണം നിനക്ക് എന്തോ തരും? തലമുറ തന്ന് നിന്നെ മാനിക്കും. അത് അബ്രഹാമിന്റെ തലമുറ മാത്രമാണോ? അല്ല, അവൻ ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇനി നിന്റെ കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെയും കാര്യം നീ നോക്കണം. See, the mindset has to change. അതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിന്റെ കുഞ്ഞുങ്ങളാണെന്നല്ല, എല്ലാവരും നിങ്ങളുടെ കുടുംബമാണെന്നല്ല, ബട്ട് യുവർ മൈൻഡ് സെറ്റ് ഇസ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന പോലെ അവരും അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്, എന്താണ്? അസൂയ. നാട്ടിൽ പറയും, പണ്ട് പറയും, അസൂയക്കും കഷണ്ടിക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചു, അസൂയക്കുള്ളത് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അല്ലേ? കഷണ്ടിക്ക് വിഗ് വെക്കാൻ വരെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇംപ്ലാന്റ് വരെ കണ്ടുപിടിച്ചു. ഇപ്പോഴും എന്തിനു മരുന്നില്ല? അസൂയക്ക്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് പിശാചിന്റെ ആഴമാ. ഒന്ന് പറഞ്ഞ്, എന്നിൽ എന്തോ ഉണ്ടാകരുത്? അസൂയ ഉണ്ടാകരുത്. ആമേൻ. അപ്പോൾ അബ്രഹാമിനെ ദൈവം പഠിപ്പിച്ചത് എന്താണ്? നമ്മൾ ഈ വളരെ സിമ്പിളായിട്ട്, ഞാൻ ഇന്ന് ഒരു ഭാഗത്തേക്ക് കയറാൻ പോകും. ഈ അബ്രഹാമിനെ ദൈവം വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു. എന്താണ്? ലോത്ത് അങ്ങോട്ട് പോയാൽ, അവൻ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകും. അവൻ വലത്തോട്ടാ പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകും. ഐ വിൽ നോട്ട് ടേക്ക് ദ കോൾ. ആമേൻ. അബ്രഹാമിനെ നോക്കണമെങ്കിൽ അബ്രഹാമാണ്, അല്ലേ? അബ്രഹാമിനെ തീരുമാനിക്കാം, എനിക്ക് പച്ചയാ സോദോം ഗോമോറ തിരഞ്ഞെടുക്കാം. ഇല്ല, തിരഞ്ഞെടുത്തില്ല, അല്ലേ? അബ്രഹാം ഡിഡ്ന്റ് ചൂസ്. അബ്രഹാം ടോൾഡ് ലോത്ത്, യു ചൂസ്. ലോത്ത് നോക്കിയപ്പോൾ പച്ച, എന്നാ കിടക്കട്ടെ, ഞാൻ പോവാ. നീ ചിലപ്പോൾ നിന്നെ ചിലയിടത്തേക്ക് ഉന്തി ചിലവർ കൊണ്ടുവന്ന് കയറ്റും, പക്ഷെ പിന്നത്തേതിൽ ദൈവം അത് നന്മയാക്കി തീർക്കുന്നതിനാൽ. ആമേൻ. പലരും നിന്നെ ഒതുക്കിയെന്ന് നീ വിചാരിച്ചേക്കാം, പക്ഷെ നിന്റെ ഒതുക്കലല്ല, അവിടുന്ന് നിന്റെ ഉറവയെ ദൈവം തുറക്കുന്നവനാകയാൽ. ആമേൻ. നമ്മൾ ചിന്തിക്കും, അതോ ഹല്ലേലൂയ, ദൈവം ഉടമ്പടി പറഞ്ഞിട്ട് ഇങ്ങനാണോ? അല്ലേ? ദൈവം വാഗ്ദത്തം പറയുന്നതിന് വിപരീതമായി എല്ലാം സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ദൈവം വാഗ്ദത്തം പറയുന്നതിന് വിപരീതമായി. എവറിത്തിങ് ദാറ്റ് ഗോഡ് സ്പീക്സ്, എവറി പ്രോമിസ് ദാറ്റ് ഗോഡ് സ്പീക്സ്, വാട്ട് വിൽ ഹാപ്പൻ റിയാലിറ്റി? ഇറ്റ് വിൽ ഹാപ്പൻ അഗൈൻസ്റ്റ് ഇറ്റ്. എന്തിനാ? വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം പറയുന്നു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. സ്തോത്രം. യു ആർ നോട്ട് ഓൺലി വൺ, യു ആർ മെനി നേഷൻസ്. ആമേൻ. ദൈവം നിന്നെ വർദ്ധിപ്പാൻ ഇരിക്കുമ്പോൾ അബ്രഹാമിന്റെ പേര് മാറ്റിയിട്ട് പറയുക, യു ആർ എൻറ്ററിങ് ഇൻ ടു എ ന്യൂ സീസൺ. നീ ഒരു കൂട്ടത്തെ കുറിച്ച് മാത്രം പ്രാർത്ഥിക്കേണ്ടിയവനല്ല. റെസ്പോൺസിബിലിറ്റി, യു ഹാവ് റെസ്പോൺസിബിലിറ്റി. ഒന്ന് പറഞ്ഞ എന്താ വേണം? റെസ്പോൺസിബിൾ ആകണം. ഇഫ് യു ആർ ഗോയിങ് ടു ബി ഗിവൺ മോർ, യു നീഡ് ടു ബി റെസ്പോൺസിബിൾ. ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ ബഹുജാതികൾക്ക് പിതാവാകും. സോ ഇഫ് God is giving us more responsibility, we have to be more responsible. അല്ലേ? എനിക്ക് ഇത് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് നമുക്ക് വളരാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തത്തില്ല. ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അധികമായി നിന്നെ വർദ്ധിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ നീയും നിന്റെ തലമുറകളുമായിട്ട് ഞാൻ എന്ത് സ്ഥാപിച്ചിരിക്കുന്നു? ഒരു ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു. So God's covenant doesn't stop with us, it goes down to generations. നമ്മളിൽ മാത്രം നിൽക്കുന്ന ഒരു ഉടമ്പടിയല്ല, നമ്മളിലും നമ്മുടെ തലമുറകളിലും വരുവാനിരിക്കുന്ന തലമുറകളോടും ദൈവത്തിന് എന്തോ സ്ഥാപിക്കാനുണ്ട്? ഒരു ഉടമ്പടി സ്ഥാപിക്കാനുണ്ട്. So your covenant with God will not stop with you,
ദൈവത്തിന്റെ അനുഗ്രഹം നിന്നിൽ നിൽക്കത്തില്ല, നിന്നിലും നിന്റെ തലമുറകളിലേക്ക്. നമ്മൾ ഈ വാക്കിനെ വളരെ ആഴത്തിൽ ചിന്തിക്കണം. ഇസ്രായേൽ ജനം 400 സംവത്സരം അടിമത്തത്തിലായിരുന്ന ദേശത്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് ഓർത്തു. സോ ഉടമ്പടി സ്ഥാപിച്ച ദൈവം 400 വർഷം ഇവർ ഈ അടിമത്തത്തിലായി. അബ്രഹാം മരിച്ച് അടക്കപ്പെട്ടു. ഇനിയും നമ്മൾ പറയത്തില്ല, എല്ല് പോലും കാണത്തില്ല. അതുവരെ ദ്രവിച്ചു പോയ കാലമായിരുന്നു അല്ലെ, എത്ര വർഷത്തിന് മുന്നേ. പക്ഷെ എന്നിട്ടും ദൈവം, യഹോവയെ ദൈവം മോശയ്ക്ക് മുമ്പേ അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞാൻ അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അത് ഓർക്കുന്ന ദൈവമാ. ഓ, God remembers everything that he spoke to you. ദൈവം നിന്നോട് പറഞ്ഞ എല്ലാ വാക്കുകളും വചനത്തിൽ കൂടെ ആകട്ടെ, ദൈവശബ്ദത്തിൽ കൂടെ ആകട്ടെ, ദൈവിക പ്രവചനത്തിൽ കൂടെ ആകട്ടെ, ദൈവം പറഞ്ഞതൊന്നും ദൈവം മറക്കുന്ന ദൈവമല്ല. ഉടമ്പടി സ്ഥാപിച്ച ദൈവം അബ്രഹാമിനെ ഓർത്ത് തന്റെ മോശയെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ഇടയാക്കി. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദൈവം അബ്രഹാമിനെ ഓർത്ത് ഒരു മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ ദൈവം ഒരു വിടുതൽ അയക്കണമെങ്കിൽ ദൈവം നിന്റെ തലമുറ എടുത്ത് ഉയർത്തി ദൈവം എടുത്ത് ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിന്നെ, നിന്റെ തലമുറകളെ ഉയർത്തി അവരെ എടുത്ത് ഉപയോഗിക്കും. ആമേൻ. ഇന്ന് നമ്മൾ നമ്മുടെ തലമുറകളെ നോക്കുമ്പം അവനെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മോളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. But God is a God who awakens his children. ആമേൻ. ദൈവം തന്റെ മക്കളെ അഭിഷേകം കൊണ്ട് നിറച്ച് അവരെയും കൊണ്ട് ദൈവം പറഞ്ഞതിനെ നിറവേറ്റുന്നതിനാൽ, ആമേൻ, ഹല്ലേലൂയ, നീ ഉറങ്ങിക്കിടന്നാലും നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കും. പത്രോസ് പറഞ്ഞു, നാളെ എൻ്റെ കാര്യം പോക്കാ. ആമേൻ. ഇന്നലെ യാക്കോബിനെ തകർത്തു. ആമേൻ. എന്നാ നാളെ എൻ്റെ കാര്യം പോക്ക, ഞാൻ കിടക്കുക കാരാഗ്രഹത്തിൽ. അമ്മേ, പൗലോസും സീരാസും അറ്റ്ലീസ്റ്റ് രാത്രി എഴുന്നേറ്റ് ആരാധിച്ചു. പത്രോസ് പറഞ്ഞു, നാളത്തെ കാര്യം പോക്ക, ഞാൻ കിടക്കുകയാ. സ്തോത്രം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഞാൻ കിടക്കുന്നു. ദൈവം പറഞ്ഞു, അവിടെ കൊണ്ട് തീരത്തില്ല, ഞാൻ നിന്നോട് പറഞ്ഞത് നിറവേറത്തക്കവണ്ണം. പത്രോസേ, നീ കിടന്നുറങ്ങിയാലും, even if you sleep in the dungeons, God's promise will wake you up. യേശുവിന്റെ കരം ദൂതന്മാരെ അയച്ച് കാവൽക്കാരെല്ലാം ഉണ്ട്. ആമേ, കാരാഗ്രഹമുണ്ട്, എന്നാലും അതിന്റെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട ദൂതനുണ്ട്. ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിഷയമാണ്, ചങ്ങലകൾ അഴിയും. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് മുമ്പിൽ ചങ്ങലയ്ക്ക് പോലും നിൽക്കാൻ പറ്റത്തില്ല, കാരാഗ്രഹത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. കാരാഗ്രഹത്തെ, ആമേൻ, ഹല്ലേലൂയ, അതിനെ ബന്ധിച്ച ബന്ധനത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. അവിടെ എത്ര കാവൽക്കാരുണ്ടെങ്കിലും അവർക്ക് എതിർക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം ജീവിപ്പിക്കുന്നതാകയാൽ ദൂതൻ ഇറങ്ങി വന്നു. എന്തിനാ? വാഗ്ദത്തം നിറവേറണം. ഓ, അബ്രഹാമിനോട് പറഞ്ഞതിന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. എവിടാ? ഹോറേബിൽ ഇറങ്ങി വന്നു, മുൾപടർപ്പിൽ ഇറങ്ങി വന്നു ഒരു ദൂതൻ. ആരാ? മോശ അവിടെ നിൽക്കുകയാ. ഇവനാണ് എന്റെ വീണ്ടെടുപ്പുകാരൻ, ഇവനെ വിളിക്കേണ്ടതിന് ദൂതൻ അവിടെ ഇറങ്ങി വന്നു. In every promise of God, he will send his angels. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. അബ്രഹാമിനോട് പറഞ്ഞത്, ദൈവം പറഞ്ഞു, മോനെ, നീ മരിച്ചു മൺമറഞ്ഞ് ദ്രവത്വം കണ്ട് നിന്റെ ഒന്നും ശേഷിക്കാതെ നീ ഇരിക്കുക. പക്ഷേ ദൈവമാ. God is a living God. ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിനോട് പറഞ്ഞതുകൊണ്ട് ഞാൻ നിറവേറും. എന്താ പറഞ്ഞു? സ്വർഗത്തിൽ നിന്നൊരു കമാൻഡ്. ആരോടാ? ഒരു ദൂതനോട്. ഓ, ഞാൻ തെരഞ്ഞെടുത്ത പാത്രം താഴെയുണ്ട്. ആരാ? മോശ, ഇറങ്ങുക. അവനവിടെ ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. ആരുടെ? അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. ചിലതൊക്കെ നീ ഇതുവരെ മേയിച്ചുകൊണ്ട് നടന്നതാ, പക്ഷെ അതിനകത്തൊന്നും ദൈവം ചിലതിനെ പിക്ക് ചെയ്തെടുക്കും. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, നീ ഇതുവരെ ചിലതിനെ മേയിച്ചുകൊണ്ട് നടന്നവനായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിന്റെ തലമുറയെ തൊടും. നിന്നെ തൊട്ടിട്ട് പറയും, നീ ഇതുവരെ മേയിച്ചുകൊണ്ട് നടന്നതുപോലല്ല നീ നടക്കാൻ പോകുന്നത്. നീ ചിലതിന്റെ പൂർത്തീകരണം കാണേണ്ടതിന് അവൻ തന്റെ ദൂതനോട് കൽപ്പിക്കുകയാണ്, നീ ഇറങ്ങുക എന്ന്. മോശ ഇതുവരെ കാണാത്തൊരു മുൾപടർപ്പ്. പല തീ കണ്ടിട്ടുണ്ട്, പല
പല തീയുടെ അനുഭവം കണ്ടിട്ടുണ്ട്. മരുഭൂമിയിൽ പല രീതിയിൽ തീ കത്തിച്ചു കാണും. പക്ഷെ ഇതിനൊരു പ്രത്യേകത. എന്തുകൊണ്ടാ? ദിസ് ഇസ് സ്പെഷ്യൽ. നമ്മളൊക്കെ സ്പെഷ്യലാ. നമ്മളൊക്കെ സ്പെഷ്യലാ. വി കനോട്ട് ബി നോർമൽ, വി ആർ സ്പെഷ്യൽ. ആമേൻ. പിശാച് നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അല്ലെ? ചിലവർ നോക്കുമ്പോൾ പറയും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പലരും മൺമറഞ്ഞിട്ട് നീ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? നീ വിളിക്കപ്പെട്ടതാ, തെരഞ്ഞെടുക്കപ്പെട്ടതാ, പേര് ചൊല്ലി വിളിച്ചതാ. പലരും പോയിട്ടും നീ പോകാതിരിക്കുന്നത്, പലരും തള്ളപ്പെട്ടിട്ട് നീ തള്ളപ്പെടാതിരിക്കുന്നത് വിളിക്കപ്പെട്ടത് കൊണ്ടാ. ഓ, വിളി ഉള്ളത് കൊണ്ടാ, വാഗ്ദത്തം ഉള്ളത് കൊണ്ടാ. ആമേൻ, ആമേൻ. പലരും ഈ വെള്ളിയാഴ്ച രാവിലെ ഔട്ടിങ്ങിന് പോയവരോ കാണും. പക്ഷെ ഔട്ടിങ്ങിന് പോകാതെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്നത് എന്തുകൊണ്ടാ? ദൈവം പിടിച്ചതാ, കൊണ്ടുവന്നത് ഇതിനകത്തേക്ക്. പരിശുദ്ധാത്മാവ്, ആമേൻ, മോശയെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നീ ഇതുവരെ നിന്റെ കഴിവിൽ ചെയ്തതിനെ മാറ്റി നിർത്തിയിട്ട് ദൈവം പറഞ്ഞു, എൻ്റെ കരം നിന്നോട് കൂടെ ഇരിക്കും. ഓഹോ ഹോ 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 ഹോ. പത്രോസേ, നീ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുന്ന കൊള്ളാം, പക്ഷെ നിന്നെ പൊക്കുന്ന ഒരു ആത്മാവ് വെളിപ്പെടും. ദൂതൻ ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിന്റെ എല്ലാ കെട്ടുകളെയും അഴിച്ച് അവൻ സ്വപ്നം കണ്ടവരെ പോലെ അവനെ ദൈവം എവിടെ കൊണ്ടു നിർത്തി? പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മുട്ടുമടക്കിച്ചു. ആമേൻ. പത്രോസ് ഒന്ന് ഡോറ് കൊട്ടിയപ്പോൾ അവരെ ചോദിച്ചു, ഭൂതമാണ്. സം തിങ്സ് വിൽ ബി സോ സർപ്രൈസിങ്. ചിലതൊക്കെ നിന്റെ വാതിക്ക് വന്ന് മുട്ടുന്നതിനാ സ്തോത്രം ചെയ്തിട്ട്. ഓ ഹല്ലേലൂയ. ആമേൻ. ദൂതനാണ്, മറുപടിയാണ് നിന്റെ വാതിക്ക് വന്ന് മുട്ടാൻ പോകുന്നത്. നീ തേടുന്നതല്ല, നിന്നെ തേടി വരുന്ന നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുക തക്കവണ്ണം അവൻ നിന്റെ വാതിക്ക വന്ന് മുട്ടുകയാണ്. ആത്മാവ് വാഗ്ദത്തത്തെ മുട്ടുകയാണ്. അവൻ പറയുകയാണ്, നിറവേറട്ടെ, നിറവേറട്ടെ. നീ ഇതുവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അത് നിന്റെ വാതിക്ക വന്ന് മുട്ടണം. ഓ ഹല്ലേലൂയ. മറുപടി വാതിക്ക വന്ന് മുട്ടണം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, ദൂതൻ ഇറങ്ങിയാൽ ചില മറുപടികൾ നിന്റെ വാതിക്ക വന്ന് മുട്ടണം, നിന്റെ ജീവിതത്തിൽ വന്ന് ചലിക്കണം. ഇന്ന് വിശ്വാസത്തോടെ അതിനെ റിലീസ് ചെയ്താട്ടെ. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി ദൂതനെ കൽപ്പിച്ച് അതിന്റെ കെട്ടുകളെ അഴിച്ച് അതിന്റെ തടസ്സങ്ങളെ നീക്കി ആ മറുപടി നിന്റെ ഭവനത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറുന്നത് അവൻ മൺമറഞ്ഞതിന് ശേഷമാ. Sometimes some things are too late, but he will still do. ചിലതൊക്കെ സമയം തെറ്റി നമ്മൾ വിചാരിക്കാം, പക്ഷെ അത് താമസിച്ചാലും ഒരു നിശ്ചയം, അതിന്റെ സമയം തെറ്റുകയില്ല. പറഞ്ഞാട്ടെ, അതിന്റെ സമയം തെറ്റുകയില്ല. ഇപ്പോൾ യെസ്, റൈറ്റ് നൗ in Jesus name, ഇപ്പോൾ അത് വെളിപ്പെടട്ടെ. ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടന്റെ കരങ്ങളും യേശുവിന്റെ നാമത്തിൽ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കാമെന്ന് വാഗ്ദത്തം ചെയ്തതിനെ നിറവേറേണ്ടതിന് തന്റെ ദൂതനോട് കൽപ്പിച്ചാക്കിയതുപോലെ. ഓ ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നിന്റെ പേര് മാറ്റുക. പേര് മാറ്റിയ നിന്റെ അവസ്ഥയും മാറും. The name change, that means നമ്മളൊരു സ്ഥാപനത്തിന്റെ പേര് മാറ്റിയാൽ സ്ഥാപനത്തിന് എന്തോ മാറി? അവസ്ഥ മാറും, അല്ലേ? പലതും മാറാനിരിക്കുന്നതിനാ സ്തോത്രം ചെയ്താട്ടെ. പേര് മാറുന്നതിനാ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നിന്റെ ഭവനത്തിന് മീതെ നിന്റെ കുടുംബ പേരായിരിക്കും എഴുതി. യേശുവിന്റെ കരം ഇന്ന് ഇറങ്ങി വന്ന് അതിനെ മായിച്ചിട്ട് ഇത് ബദ്ധയിലാക്കി തീർക്കട്ടെ, ഇത് അത്ഭുതമാക്കി തീർക്കട്ടെ, ഇത് വിടുതലാക്കി തീർക്കട്ടെ. ആ ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിന് മീതെ എഴുതിയ പേരുകളെ ദൈവത്തിന്റെ പേര് എഴുതി വെച്ചിട്ട് പറയുകയാണ്, ഇത് റഹമത്താകട്ടെ, ഇത് ആമേൻ ആമേൻ റഹമത്താകട്ടെ, നിന്ന ഉരുട്ടി മാറ്റിയ ഗിൽഗാലാകട്ടെ. ഓ ഫാദർ, പേരുകൾ മാറ്റപ്പെടണം. The name shall change. പേരിനനുസരിച്ച് അനുഗ്രഹിക്കപ്പെടണം. പറഞ്ഞാട്ടെ, പേരിനനുസരിച്ച് അനുഗ്രഹിക്കപ്പെടും. ആമേൻ. പേര് നിന്റെ ഭവനത്തിന്റെ പേര് മാറുന്നതിന്
സഹോദരിമാർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാം. വിവാഹം കഴിയുമ്പോൾ നിങ്ങളുടെ പേരെന്തുകൊണ്ടാണ് മാറുന്നത്? ചിലർക്ക് ഇഷ്ടമല്ല, എൻ്റെ പഴയ പേര് തന്നെ വേണമല്ലേ. നിങ്ങളുടെ കുടുംബം മാറി, പറയുന്നതിൽ ബുദ്ധിമുട്ടല്ല. യു ആർ ജോയിൻ ടു അനദർ ഫാമിലി. വേറൊരു ട്രീയിലോട്ടാ നിങ്ങളെ പിടിപ്പിച്ചിരിക്കുന്നത്. പേര് മാറും. യേശു ഇന്ന് നമ്മുടെ മേൽ എഴുതിയ പേരുകൾ, പിശാച് എഴുതിയ പേരുകൾ അഴിച്ചു കളഞ്ഞ് ദൈവം പുതിയൊരു പേരിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ ആരോടാ കണക്റ്റ് ആകുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തോടാണ് കണക്റ്റ് ആകുന്നത്. ദൈവത്തിൻ്റെ ഉറവയോടാണ് കണക്റ്റ് ആകുന്നത്. ചില ഉറവകൾ ഇന്ന് അടഞ്ഞു കിടക്കുന്നത്, ചില കണക്ഷനുകൾ കറക്റ്റ് ആകേണ്ടതിന് തുറന്നു വരട്ടെ എന്ന് പറഞ്ഞാട്ടെ, തുറന്നു വരട്ടെ എന്ന് പറഞ്ഞാട്ടെ. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയ കണക്ഷനുകൾ തുറന്നു വരട്ടെ എന്ന് പറഞ്ഞാട്ടെ. നിന്റെ വഴികൾക്ക് വേണ്ടിയ കണക്ഷനുകൾ തുറന്നു വരണമെന്ന് പറഞ്ഞാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ഈ നമ്മൾക്ക് മനസ്സിലാക്കണം, ദൈവം പേരിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാ വചനം, അല്ലേ? ഇന്നത്തെ പേരുകൾ, പല പല പേരുകൾ നമ്മൾ മക്കൾക്ക് ഇടാറുണ്ട്, അല്ലേ? പല വീടുകൾക്ക് പേരിടാറുണ്ട്. പല കോട്ടേജൊന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുന്നതിനൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ദൈവം പേര് മാറ്റും. പറഞ്ഞാട്ടെ, എൻ്റെ വീടിൻ്റെ പേര് മാറ്റും. ദൈവം പറഞ്ഞാൽ വീടിൻ്റെ പേര് മാറ്റിയേക്കണം. ഓ റാബാ ശന റാദന. നിന്റെ കുടുംബ പേര് സ്വർഗത്തിലെ ദൈവത്തോടാ ബന്ധിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാ പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ പിതൃഭവനം വിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. നിന്റെ അപ്പനിട്ട പേര് ഇനി പോരാ, ഇനി ഞാൻ നിന്റെ പേരിടാൻ പോകുക. നീ ഇറങ്ങിയപ്പോൾ നീ ഒരു ഭാര്യയെ പിടിച്ചോണ്ട് ഇറങ്ങിയതാ, നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നീ ഇറക്കിയതാണ്. അവളുടെ അപ്പനും അമ്മ ഇട്ട പേര് പറ്റത്തില്ല, ഞാൻ പേരിടാൻ പോകുക. പറഞ്ഞാട്ടെ, എൻ്റെ യേശു എൻ്റെ പേരിൽ പകരുന്ന ഒരു വാഗ്ദത്തത്തിന് ഒത്തവണ്ണമുള്ള പേര് വെളിപ്പെടട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. പലരും നിന്നെ കുറിച്ച് പറഞ്ഞ പല വാർത്തകളുണ്ട്. ദൈവം പറയുകയാണ്, ഇനി ആ വാർത്തകളെ ദൈവം മാറ്റിയിട്ട് ദൈവത്തിന്റെ വാർത്തയാക്കാൻ പോകുക. God is going to change your story. അബ്രഹാമേ, നിന്നെ കുറിച്ച് പലരും പറഞ്ഞ ചില കഥകൾ, കെട്ടുകഥകളുണ്ട്. ആ കെട്ടുകഥകളെ ഞാൻ അതിന്റെ കെട്ടുകളെ അടച്ച്, അതിന്റെ ബന്ധനത്തെ അടിച്ച്, ഞാൻ നിനക്ക് വേണ്ടി പുതിയൊരു ഉറവെ തുറക്കുകയാണ്. ഞാൻ നിന്റെ പേര് മാറ്റാൻ പോകുകയാണ്. For a new season to come. ദൈവം ചില പേരുകൾ മാറ്റുമ്പോൾ സീസൺ മാറാൻ പോകുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവില് സ്തോത്രം. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം, 5 ഓഫീസസ് ഉണ്ട് ദൈവസഭയ്ക്ക്. എന്താണ്? അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, എന്തുവാ? സുവിശേഷകൻ. 5 ഓഫീസസ്. ഈ 5 ഓഫീസസിലും 5 വ്യത്യസ്തമായ മണ്ഡലങ്ങളാണ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ തിരിച്ചറിയണം, ദൈവം നമ്മളുടെ മേൽ ഒരു ടാഗ് ഇട്ട് കഴിഞ്ഞാൽ, ദൈവം പൗലോസിനെ അപ്പോസ്തല വിളിയിലേക്ക് ഇറക്കിയെങ്കിൽ ആ വിളി വെളിപ്പെടുന്നത് ആദ്യമല്ല, ദൈവം പടിപടിയായിട്ടാണ്. ഇന്ന് നീ ആക്കിയിരിക്കുന്ന പടിയിൽ നിന്ന് അടുത്തൊരു പടിയിലേക്ക് നിന്നെ കയറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു, യേശുവിൻ നാമത്തിൽ. യെസ്, നിന്നെ മേൽ ദൈവം വച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് നീ അറിയത്തില്ല. എന്നാൽ ദൈവം പറയുകയാണ്, the next step in your Christ Jesus. യേശുവിൻ നാമത്തിൽ ആ മണ്ഡലം തുറന്നു വരുന്ന പ്രഭാതമാകിയ സ്തോത്രം. ഓ ഫാദർ, ആമേൻ. അവൻ മേൽക്കുമേൽ പണിയുന്ന ദൈവമാ. Prophesy unto you, Father. ഈ ജനത്തെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, അപ്പാ, ഈ ജനത്തിന്റെ ടൈറ്റിലുകൾ മാറുന്നതിനാൽ അവരെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്കകത്തേക്ക്, അവരെ അടുത്ത തലത്തിലേക്ക് ഇന്ന് ഈ ദിവസം റിലീസ് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. Let them be prophets and prophetess. ദൈവവചനം പറയുന്ന പോലെ നിങ്ങൾ പ്രവാചകന്മാരും പ്രവാചക ശിഷ്യന്മാരുമായി തീരത്തക്കവണ്ണം
Oh, so says the Holy Spirit. So says the Lord, Heavenly Father. അതെ, ഈ ജനം പ്രവചിച്ചു തുടങ്ങുന്നതിനാൽ അവര് പ്രവാചക ശിഷ്യന്മാരായി തീരട്ടെ, അപ്പോസ്തലന്മാരായി തീരട്ടെ, പ്രവാചകന്മാരായി തീരട്ടെ, അവർ ഉപദേഷ്ടാവായി തീരട്ടെ, അവർ സുവിശേഷകളായി തീരട്ടെ, അവർ ഇടയന്മാരായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ. ഓ, ആ ഉറവയെന്ന് തുറക്കുന്നതിനാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇടയന്മാർ, ഉപദേഷ്ടകന്മാർ, സുവിശേഷകന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ ഇതിന്റെ നടുവിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ദൈവം ആ തലം ഇന്ന് തുറന്നതിനാ സ്തോത്രം. So shall you be. പഴയ നിയമത്തിൽ ദൈവ പേര് മാറ്റും, പുതിയ നിയമത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ അപ്പോസ്തലനായി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പ്രവാചകനായി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഉപദേഷ്ടാവായി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സുവിശേഷകനായി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഇടയനായി വിളിച്ചിരിക്കുന്നു. ആത്മാവ് ആ ടൈറ്റിലുകളുടെ മണ്ഡലം തുറക്കുന്നതിനാൽ ഞാൻ ആത്മാവിൽ അതിനെ കണ്ടുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. സഭയുടെ ആഴങ്ങളിൽ അത് സംഭവിക്കുന്നതിനാൽ ദേശത്തെ കൈയടക്കേണ്ടതിന് യോശുവമാർ എഴുന്നേൽക്കട്ടെ. ഓ ഹല്ലേലൂയ, ഇടയന്മാർ എഴുന്നേൽക്കട്ടെ, അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിന്, വീര്യപ്രവർത്തികൾ വെളിപ്പെടേണ്ടതിന്. അവൻ നിന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം സഭയ്ക്കകത്ത് സംഭവിക്കുന്നതിനാൽ, സഭയ്ക്കകത്തത് വെളിപ്പെടുന്നതിനാൽ അത് തലമുറകളിലേക്ക്, yes, unto the children, unto the generation, ആ ഉറവ തുറക്കട്ടെ, ആ ഉറവ തുറക്കട്ടെ. തലമുറകൾ ആ പ്രവചന ശബ്ദം തലമുറകളിൽ വെളിപ്പെടേണ്ടത്. ഫാദർ, തലമുറകൾ പ്രവാചകന്മാരെ തീരട്ടെ. Let thy children catch your promise. ദൈവം ശൗലിനെ ദൈവം പൗലോസാക്കിയത് ദൈവത്തിന്റെ വിളിക്കകത്തേക്ക് അവനെ കയറ്റിയിട്ട. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പേര് മാറ്റുക. ആമേൻ. പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ പേര് മാറ്റും. ദൈവം പറഞ്ഞു, ശൗലിൽ നിന്ന് നീ ഇതുവരെ അറിയപ്പെട്ടു, പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ പൗലോസാക്കി. എന്തിനാ? നീ ജാതികൾക്കൊരു പ്രവാചകനായി തീരണം. ഓഹോ. The change was for him to become an apostle among the Gentiles. പേര് മാറിയതുകൊണ്ട് വല്ല വ്യത്യാസമുണ്ടോ? നമുക്കറിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, പേര് മാറും. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ഭവനത്തിന്റെ പേര് മാറുമ്പോൾ നിന്റെ ഭവനത്തിനകത്തെ ആ വെളിപ്പാട് മാറുന്നതിനാ സ്തോത്രം ചെയ്യുന്നു. ജീസസ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നിറവേറേണ്ടതിന് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ പേര് മാറിയാൽ മാത്രം പറ്റത്തില്ല, നിന്റെ ഭാര്യയുടെ പേരും മാറണം. എന്തുകൊണ്ടാ? നിന്നിൽ കൂടെ വരുന്നൊരു പ്രജയുണ്ട്. ഭാര്യയും ഭർത്താവിനോട് ദൈവം പറഞ്ഞു, നിന്റെ പേര് അബ്രഹാമിന്റെ പേര് മാത്രം മാറിയാൽ പറ്റില്ല, ഭാര്യയുടെ പേര് മാറണം. എന്തിനാ? ഇതിനകത്തുനിന്ന് വരുന്നൊരു വിശുദ്ധ പ്രജയുണ്ട്. ഇവനെ ഞാനൊരു അസാധാരണമാക്കിക്കൊണ്ടുവരും. ഇതിനകത്തുനിന്ന് ചിലതൊക്കെ ഉളവാകേണ്ടതിന് നീ ആത്മാവിൽ ചിലതൊക്കെ ഈ ദിവസങ്ങൾ ദൈവം കൂട്ടിച്ചേർക്കുന്നതിനാ സ്തോത്രം ചെയ്താട്ട്. ദൈവം ചിലതിനെ കൂട്ടിച്ചേർത്തിട്ട് പറയുകയാണ്, പേര് മാറിയതുപോലെ. ഓ, സിറ്റുവേഷൻ മാറുന്നതല്ല, പേര് മാറുമ്പോൾ എല്ലാം മാറും. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനാ സ്തോത്രം ചെയ്യുന്നു. ദൈവം രണ്ടുപേരുടെയും പേര് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഒരാളുടെ പേര് മാറ്റിയാൽ പോരായിരുന്നോ? അല്ലേ?
അബ്രഹാമിന്റെ പേര് മാറ്റിയ പേര്, സാറയുടെ പേര് മാറ്റണോ? ഇല്ല. ദൈവം പറഞ്ഞു 2 എണ്ണത്തിന്റെ പേര് ഞാൻ മാറ്റി. നിന്റെ മാത്രമല്ല, നിന്റെ കൂട്ടാളിയുടെ സ്ഥിതി മാറട്ടെ. 2 ഒരേ സിംഗാകത്തക്കവണ്ണം അതിനെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടകരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആത്മാവ് വെട്ടിമാറ്റട്ടെ. 2 ഒരേ ദൃഷ്ടിയിലേക്ക്, ഒരേ ദർശനത്തിലേക്ക്, ഒരേ വാഗ്ദത്തത്തിലേക്ക് 2 ഓടേണ്ടവന്. ആമാന ഹസാരാധന. ഓ ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, 2 ഒരേ ദൃഷ്ടിയിലേക്ക്, ഒരേ ദർശനത്തിലേക്ക്. നമ്മൾ മനസ്സിലാക്കണം. ഒരു മിനിറ്റ്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞപ്പോൾ ആര് ചിരിച്ചത്? ആരാ ചിരിച്ച? സാറ ചിരിച്ചു. ഈ ചിരി കൊണ്ട് നടക്കത്തില്ല. 2 ഒരുപോലെ സന്തോഷിക്കണം. 2 ഒരുപോലെ സന്തോഷിക്കണം. ഭർത്താവിൻ്റെ പ്രവചനം കേട്ട് ഭാര്യ ചിരിക്കുകയല്ല, ഭാര്യയുടെ പ്രവചനം കേട്ട് ഭർത്താവ് ചിരിക്കുകയല്ല. 2 ഒരുപോലെ എഴുന്നേൽക്കണം. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ നിന്റെ ഭവനത്തിനകത്ത് പറഞ്ഞ വാഗ്ദത്തം നിറവേറുവാൻ സമയമായെന്ന് ആത്മാവ് വിളിച്ചു പറയുമ്പോൾ, ഓ കുടുംബമായി എഴുന്നേൽക്കത്തക്കവണ്ണം ഒരു വാഗ്ദത്തം തുറന്നു വരിക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആത്മാവിൽ അത് തുറന്നു വരട്ടെ. പേര് 2 പേരുടെ മാറ്റി. ദൈവം പറഞ്ഞു, ഇതിൽ നിന്നൊരു വിശുദ്ധ പ്രജ വെളിപ്പെടാൻ പോകുക. എവരി ഇൻഡിഫറൻസസിനെയും പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുക. ഇതുവരെ അബ്രഹാമിനോട് പറഞ്ഞതെല്ലാം ദൈവം ഇതുവരെ ആരോടാ പറഞ്ഞത്? അബ്രഹാമിനോട് മാത്രം പറഞ്ഞു. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ആര് കേട്ടു? ഭാര്യ കേട്ടു. ഭാര്യയാണ് പറഞ്ഞത്, എന്നിൽ നിന്നൊരു കുഞ്ഞുണ്ടാകത്തില്ല, തലമുറ ഉണ്ടാകത്തില്ല, ഉണ്ട് ഹാഗാറിൽ നിന്നൊരു കുഞ്ഞുണ്ടാകട്ടെ. ദൈവം പറഞ്ഞു, മോനെ, മകളെ, നിന്റെ ബുദ്ധിയൊക്കെ അവിടെ ഇരിക്കട്ടെ, നിന്നിൽ നിന്നൊരു വിശുദ്ധ പ്രജ പുറത്തു വരും. ചിലതൊക്കെ മറഞ്ഞതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. പറഞ്ഞാട്ടെ, താമസിച്ചതാലും അത് വരും നിശ്ചയം. താമസിച്ചതിനായി സ്തോത്രം ചെയ്താട്ടെ. ഒരു വിശുദ്ധ പ്രജ വെളിപ്പെടാൻ പോകുന്നതിനാൽ ഈ ദിവസങ്ങൾ ഐ ഫീൽ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവം ചിലതിനെ ഇതുവരെ കൂട്ടി യോജിക്കാത്തതിനെ ദൈവം കൂട്ടി യോജിപ്പിച്ചിട്ട് പറയുകയാണ്, ഇതെന്റെ വാഗ്ദത്ത സമയമാണ്, ഇതിനകത്തേക്ക് കയറുക. Oh Father, in the name of Jesus, I am enjoying the presence of the Holy Spirit. ഈ 2 പേരുടെ പേര് മാറ്റിയിട്ട് ദൈവം എന്ത് ചെയ്തു? അടുത്ത വാക്ക്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു തലമുറ കിട്ടും. ഓഹോഹോ. ഇതുവരെ വെളിപ്പെടാതിരുന്ന വാഗ്ദത്തം എന്തുകൊണ്ടാ? പേര് മാറ്റാഞ്ഞത് കൊണ്ടാ. ദൈവം പേര് മാറ്റാതെ വാഗ്ദത്തം അല്ലേ? ദൈവം പേര് മാറ്റണമെന്ന് നിയമം നമുക്കറിയാമോ? ഇല്ല. ദൈവം പറഞ്ഞു, ഐ എം വെയിറ്റിംഗ്. 99 വയസ്സായപ്പോൾ ദൈവം ഇറങ്ങി വന്നു, പേര് മാറ്റി. എന്നിട്ട് പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് തലമുറ തരും. എന്തിനാ പേര് മാറ്റുന്നത്? ഇത് എൻ്റെ ജനമാ, ഇത് എൻ്റെ ജനമാ. ഞാൻ പറഞ്ഞിട്ട് ഇത് സംഭവിച്ചു എന്നറിയേണ്ടതിന്. ഇത് നിന്റെ തലമുറയല്ല, ഇത് നിന്റെ സമയമല്ല, ഇത് എൻ്റെ സമയമെന്ന് ദൈവം പറയേണ്ടതിന്. ഓ, ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. If it happened according to our plan, it's never God. നമ്മൾ വിചാരിക്കല്ലേ, everything happened according to plan. But sometimes it doesn't happen according to plan. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവം പറഞ്ഞു, നിന്റെ പേര് മാറുക. സഹോദരി, നിന്റെ പേര് മാറ്റുക. എന്നിട്ട് ദൈവം പറഞ്ഞു, ഉടമ്പടി സ്ഥാപിച്ചിട്ട് പറയുകയാണ്, അടുത്ത വർഷം ഈ സമയമാണ്. Covenant upon God. Hallelujah. ദൈവം സ്തോത്രം. എന്നിട്ട് നമുക്ക് വായിക്കാം 15-ാം വാക്യം, 17-ാം വാക്യം വായിച്ചാൽ മതി. ആമേൻ. സാറ മാത്രമാണോ കേട്ടത്? ഹാസ്യത്തിൽ ചിരിച്ച്. പക്ഷെ ദൈവം പറഞ്ഞു,
Now I have changed your name, so shall it be. ദൈവം പേര് മാറ്റി കഴിയുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞത് അസാധ്യമെന്ന് നിനക്ക് തോന്നിയാലും ദൈവം പറഞ്ഞു അത് ഞാൻ സാധ്യമാക്കുന്ന ദൈവമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കരം ഉയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ദൈവം ഇതുവരെ താമസിച്ചതിനായി സ്തോത്രം ചെയ്താട്ടെ. യെസ്. ഇന്ന് ചില താമസങ്ങളെ മാറ്റി അവൻ അതിനെ അരികിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, നീ റിസീവ് ചെയ്ത് സ്തോത്രം ചെയ്താട്ടെ. അതിനകത്തേക്ക് നീ പ്രാപിക്കത്തക്കവണ്ണം ആത്മാവ് നിന്നെ അതിൻ്റെ മണ്ഡലങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ നിശ്ചയമായി അനുഗ്രഹിക്കുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഇശ്മായേലും നിന്റെ മുമ്പിൽ ജീവിക്കും, അല്ലേ? മരിക്കത്തില്ല. പലരും നിന്റെ ചുറ്റും ജീവിക്കും. പക്ഷെ നിന്റെ വാഗ്ദത്തത്തിനൊരു പ്രത്യേകത കാണും. എൻ്റെ ഫിംഗർ പ്രിന്റ്, ദൈവത്തിന്റെ കയ്യൊപ്പ് അതിനകത്ത് കാണും. ദൈവത്തിന്റെ കയ്യൊപ്പ്. ശരി ബാബയല്ലേ, ഞാൻ നിന്റെ മുദ്രമോദ്രമാക്കി തീർക്കുന്ന ദൈവം. ചില കയ്യൊപ്പുകൾ ഈ നാളുകളിൽ നിന്റെ തലമുറകൾ വെളിപ്പെടത്തക്കവണ്ണം ആത്മാവ് അതിന്റെ തലങ്ങളെ തുറന്നു കൊടുത്ത് ദൈവം പറയുന്നു, എന്റെ കയ്യൊപ്പിനാൽ ചിലതൊക്കെ പുറപ്പെടേണ്ടതിന് ആത്മാവ് ഇന്ന് ആ പേരുകളെ മാറ്റുന്ന ദിവസമാകിയാൽ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവം പേര് മാറ്റി അബ്രഹാമിനെ മാനിച്ച ദൈവം അവന്റെ മാന്യത വെളിപ്പെടുത്തിയത് സ്തോത്രം. നമ്മൾ ചിന്തിച്ചാൽ ഇസ്രായേൽ ജനത്തെ മടക്കി കൊണ്ടുവരിക മാത്രമല്ല, ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. പേര് മാറ്റപ്പെട്ടാൽ നിന്റെ ദേശത്ത് നിന്നാൽ ദൈവത്തെ അറിയാവുന്ന അനേകർ വരപ്പെടും. നിന്റെ ഭവനത്തെ നോക്കി പറയും, ഇത് ദൈവത്തിന്റെ തലമുറ ഭവിക്കുന്ന വസിക്കുന്ന ഭവനമാണ്. ഹല്ലേലൂയ. നിന്നെ നോക്കി പലരും പറയണം, ആമേൻ, ഇത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണെന്ന്. ഇന്ന് അതിനെതിരെ ഉയർന്നു നിൽക്കുന്ന എല്ലാ ദുഷ്ടന്റെ കരങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ ജനം പാർത്ത ഭവനങ്ങൾ, അല്ലേ, അവരടിമകളായിരുന്ന ദേശത്ത് ദൈവം പറഞ്ഞു, നിങ്ങളുടെ കട്ടിലക്കാൽ മേലും കുറുമടി മേലും എന്താ അടയാളമായി തീരണം? രക്തം അടയാളമായി തീരണം. സ്തോത്രം. ഈ പെസഹ ആചരിച്ച് they observed the Passover. What do you mean by Passover? അവർ കൂടെ കടന്നുപോയി. എന്താ കടന്നുപോയി? സംഹാരദൂതൻ നിന്റെ ഭവനത്തിന് മീതെ കടന്നുപോയി. ചിലതിന്റെ മീതെ ദൈവം കരം വെച്ചത് കൊണ്ടാണ് ചിലതൊക്കെ നമുക്ക് മീതെ കടന്നുപോയത്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം അടയാളമായതുകൊണ്ട് ചിലതൊക്കെ നമ്മുടെ ഭവനത്തിന് മീതെ കടന്നുപോയി. അത് നമ്മളെ തൊടാതെ വണ്ണം. അബ്രഹാമിന്റെ തലമുറ ദൈവത്തിന്റെ മരണദൂതൻ കടന്നുപോയി. ദേശത്തെ തൊടുന്ന ശക്തികൾ നിന്നെ തൊടാഞ്ഞത് യേശുവിന്റെ രക്തം അടയാളമായതുകൊണ്ടാണ്. അത് കടന്നുപോയി. ചിലതൊക്കെ കടന്നു പോകുന്നതിനാൽ സ്തോത്രം ചെയ്താട്ടെ. കടന്നു പോകട്ടെ, കടന്നു പോകട്ടെ. Passover in Jesus name. കടന്നു പോകട്ടെ. ഇന്ന് ഭവനത്തിന് മീതെ കടന്നു പോകട്ടെ. തലമുറയ്ക്ക് മീതെ കടന്നു പോകട്ടെ. അബ്രഹാമിന്റെ സന്തതിയുടെ ഭവനത്തിന് മീതെ ബാക്കി ഒരു സന്തതിക്കും ദൈവം ആ ഉപദേശം കൊടുത്തില്ല, അല്ലേ? അബ്രഹാമിന്റെ സന്തതിയോട് പറഞ്ഞു, നിന്റെ ഭവനത്തിന് കട്ടലക്കാൽ മേലും കുറുമ്പടി മേലും നീ അടയാളമായിരിക്കണം, രക്തം അടയാളമായിരിക്കണം. സംഹാരദൂതൻ വന്ന് കടന്നു പോകണം. ബിക്കോസ് ഓഫ് യുവർ നെയിം. അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് രക്തം അവിടെ അടയാളമായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു നാമമുണ്ട്, യേശുവിന്റെ നാമം. ഈ യേശുവിന്റെ നാമം നിന്റെ ഭവനത്തിന് കട്ടിലക്കാൽമേലും കുടിമേലും യേശുവിന്റെ രക്തം അടയാളമായതുകൊണ്ട് എല്ലാ നാമത്തെക്കാളും മേലായ നാമമായ യേശുവിന്റെ നാമത്താൽ ചിലതൊക്കെ കടന്നു പോകുന്നു. നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ ചിലതൊക്കെ നിന്റെ ഭവനത്തെ വന്ന് മുട്ടിയതാ.
നിന്റെ ഭവനത്തെ വന്ന് മുട്ടിയതാ, നിന്റെ തലമുറയെ വന്ന് മുട്ടിയതാ. ഓ, നിന്റെ ഭവനത്തെ നിന്നെ വന്ന് മുട്ടിയതാ. നിന്നെ ശരീരത്തിലും നിന്റെ ജീവിതത്തെ മുടിച്ചു കളയുവാൻ ശക്തികൾ മുട്ടിയെങ്കിൽ അതിന് കടന്നു പോകുന്ന പ്രഭാതമാകിയ സ്തോത്രം. ഓ, ചിലതൊക്കെ നിന്നെ വന്ന് മുട്ടിയതാ. നിന്റെ വാഹനത്തെ വന്ന് മുട്ടിയതാ, നിന്റെ ഭവനത്തെ വന്ന് മുട്ടിയതാ, നിന്റെ തലമുറയെ വന്ന് മുട്ടിയതാ, നിന്റെ ജോലിയെ വന്ന് മുട്ടിയതാ. അത് തൊടാതെ വേണം യേശുവിന്റെ നാമം. ഓ, മുട്ടിയതിന്റെ ചിലതൊക്കെ മുട്ടിയതാ. ഒരു നാമമുള്ളത് കൊണ്ടാ ഇറ്റ് പാസ്ഡ് ഓവർ. ചിലതൊക്കെ എന്നെ കൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാട്ടെ. യെസ്, ഇറ്റ് പാസ്ഡ് ഓവർ. സംഹാരദൂതൻ കടന്നു വന്നു, ദേശത്തിന്റെ ശക്തികൾ കടന്നു വന്നു. ഓ, നമ്മളിവിടെ ശേഷിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഓ, പലരും ഈ ദേശത്തുനിന്ന് ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു, പക്ഷെ യഹോവയുടെ കരം. ദൈവത്തോടും മനുഷ്യനോടും ദൈവത്തിന് ചില വാക്തത്വങ്ങളുണ്ട്. ദൈവം പറഞ്ഞത്, ദൈവം നിന്നോട് പറഞ്ഞതൊന്നും വൃഥാവാകാതെ ദൈവം പറയുന്നു, ആമേൻ, നിന്റെ ഭവനത്തിന് മീതെ കൂടെ ചിലത് കടന്നു പോയിരിക്കും. ആമേൻ, ഇന്ന് നീ പരിശുദ്ധാത്മാവ് നിന്റെ പേര് മാറ്റുക മാത്രമല്ല, യേശു എന്ന നാമം നിന്റെ മേൽ പകർന്നിരിക്കുന്നതിനാൽ. ആമേൻ. പഴയ നിയമത്തിനകത്ത് അബ്രഹാമിന്റെ പേര് ദൈവം മാറ്റി, യാക്കോബിന്റെ പേര് ദൈവം മാറ്റി. ദൈവം പലരുടെയും പേര് മാറ്റുന്ന ദൈവമാണ്. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവം ശൗലിനെ ദൈവം പൗലോസാക്കി. അത് വ്യത്യസ്തമായ ഒരു അനുഭവം. പക്ഷെ ഈ പുതിയ നിയമത്തിനകത്ത് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ നാമത്തെക്കാളും മേലായ നാമമായ യേശുവിൻ്റെ നാമത്താൽ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമത്താലാണ്. ഓ ഹല്ലേലൂയ. നമ്മുടെ പേരിനെ ദൈവം മാറ്റണമെന്ന് നിയമമൊന്നുമില്ല, പക്ഷെ യേശുവിൻ്റെ നാമത്താൽ നമുക്ക് ഉയർച്ച വരുന്നതിനാ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ യേശുവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ. സങ്കീർത്തനം 115:16. ഹല്ലേലൂയ. Psalms 115:16. അപ്പോൾ ഭൂമി ആർക്ക് കൊടുത്തു? മനുഷ്യപുത്രർക്ക് കൊടുത്തു. സ്തോത്രം. സങ്കീർത്തനം Psalms 115:16. Hallelujah. Amen. For the earth, for all that is in this earth, he has given to the children of men. ദൈവ മക്കൾക്ക് ദൈവം അത് കൊടുത്തിരിക്കുന്നു. ആമേൻ. ഭൂമിയിലുള്ളത് ചിലത് അവകാശമാക്കേണ്ടതിന് അവൻ നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്താട്ടെ. ഭൂമിയിൽ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതിനകത്ത് നിനക്കൊരു അവകാശമുണ്ട്. വാഗ്ദത്ത ദേശത്ത് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു ഒന്നും ചെയ്യണ്ട എന്നല്ല. ദൈവം പറഞ്ഞു, ഞാൻ ഇതിനെ ജയിച്ചിരിക്കുന്നു, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഈ ഭൂമിയിൽ ചില വാഗ്ദത്തങ്ങൾ തൻ്റെ തലമുറയ്ക്ക് ദൈവം വച്ചിരിക്കുന്നതിനെ കൈവശമാക്കേണ്ടതിന് ദൈവത്തിന്റെ കരം നിന്റെ കരത്തോട് കൂടെ ഇരുന്ന് അവൻ ചില അത്ഭുതങ്ങൾ ഈ നാളുകൾ ചെയ്യുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് ആമേൻ. ദൈവം പറഞ്ഞതിനോട് നമ്മൾ മനസ്സിലാക്കണം, ദൈവം പറഞ്ഞതിനോട് നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ, സറണ്ടറിങ് ബിഫോർ ഹിസ് പ്രോമിസ്, പരിശുദ്ധാത്മാവ് ആമേൻ. പ്രവാചകൻ ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യരുത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ആമേൻ, അവന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു കാര്യം കൂടി ഉറപ്പിക്കുന്നു, നീ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചതൊന്നും സ്വർഗത്തിലെ ദൈവം കേൾക്കാതിരുന്നിട്ടില്ല. അവൻ കേൾക്കാതിരിക്കുന്നവനല്ല, അവൻ അറിയാതിരിക്കുന്നവനല്ല,
അവൻ ഇടപെടുന്ന ദൈവമാണ്. ഓ, ആകാശത്തിന്റെ കിളിവാതിൽ അടയ്ക്കണമോ തുറക്കണമോ അത് നിന്റെ കയ്യിലാണ് ഞാൻ തരുന്നത്. ചിലതിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് തരികയാണ്. ചിലതൊക്കെ നീ ഇന്ന് അഴിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഴിയപ്പെടണം. ഇന്ന് ചിലതിനെ ക്ലോസ് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചാട്ടെ. അവൻ ചിലതിനെ തുറക്കുകയും ചിലതിനെ അടയ്ക്കുകയും ചെയ്യുക. ആമേൻ, ആമേൻ. നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് നീ പ്രാർത്ഥിച്ചു കാണും. അവൻ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം നീ പ്രാർത്ഥിച്ചു കാണും. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കാലമുണ്ട്. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ മഴ പെയ്യണമേ എന്ന്. Once the alignment comes, ദൈവത്തോട് അലൈൻമെന്റ് വന്നു കഴിയുമ്പോൾ ദൈവം പറയേ ഇനി മഴ പെയ്യുന്ന കാലമാ. മഴ പെയ്യാതിരുന്ന ഒരു കാലമുണ്ട്. 3.5 വർഷം മഴ പെയ്യാതിരുന്നു. ഇനി എന്താണ്? മഴ പെയ്യുന്ന ഒരു 3.5 വർഷം തുറക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഓ, മഴ പെയ്യാത്ത ഒരു 3.5 വർഷം. നിന്റെ പേരിനെ ഒതുക്കിയ ഒരു 3.5 വർഷം, നിന്റെ കുടുംബത്തെ ഒതുക്കിയ ഒരു 3.5 വർഷം, നിന്റെ തലമുറയെ ഒതുക്കിയ ഒരു 3.5 വർഷം ആത്മാവിന് തുറക്കുകയാ. ഇല്ല, ഇനി ഞാൻ അതിനെ അടയ്ക്കുകയല്ല, തുറക്കുന്ന വർഷം. Open in Jesus' name. Come on in Jesus' name. അടഞ്ഞ ഒരു 3.5 വർഷം, മഴ പെയ്യാത്തൊരു 3.5 വർഷം. അധികാരത്തോടെ പറഞ്ഞോട്ടെ, അടഞ്ഞൊരു 3.5 വർഷം തുറന്ന സ്വർഗത്തിന് കീഴിൽ ഒരു പുതിയ സംവത്സരം തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ അടഞ്ഞ ഒരു 3.5 വർഷം, ഗർഭമടച്ച ഒരു 24 വർഷം. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ ഗർഭത്തെ തുറക്കുന്ന ദൈവമാണ്. ഓ, ഞാൻ മഴയെ തുറക്കുന്ന ദൈവമാണ്. ഞാൻ ആകാശത്തിന്റെ വിധാനങ്ങളെ പണിത ദൈവമാണെങ്കിൽ ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുന്ന ദൈവം. Whatever is closed will open in Jesus' name. യേശുവിന്റെ നാമത്തിൽ പേര് മാറുമ്പോൾ അടഞ്ഞത് തുറക്കുന്ന നാൾ. കാലങ്ങളെ സമയങ്ങളെ നിർണയിച്ച ദൈവം അതിനെ തുറക്കുകയാണ്. Oh, let thy angels come and open the windows of heaven. സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് ദൈവവാതിലുകൾ തുറക്കട്ടെ. പറഞ്ഞോട്ടെ, നിന്റെ വഴികൾ തുറക്കപ്പെടണം. ഓ, വാതിലുകൾ തുറക്കപ്പെടണം. മഴ പെയ്യേണ്ടതിന്, സമൃദ്ധിയായി പെയ്യേണ്ടതിന്. ഓ, പെയ്യട്ടെ, മഴ പെയ്യട്ടെ, മഴ പെയ്യട്ടെ, മഴ പെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ. തുറക്കട്ടെ, തുറക്കട്ടെ. Let thy children see the goodness of the Lord. ദൈവത്തിന്റെ നന്മ കാണത്തക്കവണ്ണം അങ്ങ് ഉറവെ തുറക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്കായി സ്തോത്രം. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു.
പ്രവാചകനെ ദൈവം ഇരുത്തിയിട്ട് പറഞ്ഞു, നീ മഴ തുറക്കേണ്ടതിന് പ്രാർത്ഥിച്ചു. ഐ വിൽ ചേഞ്ച് യുവർ നെയിം. ഓ, സാറയോടെ കൂടെ പുറത്തിറങ്ങിയത് 75-ാമത്തെ വയസ്സിൽ, 99-ാമത്തെ വയസ്സ്. അനേക വർഷങ്ങളായി ഗർഭം അടഞ്ഞിരുന്നെങ്കിൽ ദൈവം തുറക്കേണ്ടതിനൊരു പേര് മാറ്റി. ഇന്ന് റിസീവ് ചെയ്താട്ടെ. ചിലതൊക്കെ തുറക്കപ്പെടുന്നതിനാൽ, ചിലതിന്റെ പേര് മാറ്റപ്പെടുന്നതിനാൽ, മഴ പെയ്യിക്കേണ്ടതിന്, ഓ, ചിലതൊക്കെ സംഭവിക്കുന്ന ആത്മാവ് അതിനോട് ഇടപെടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. തുറക്കട്ടെ.